വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധി തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ സിംഗിൾ ബെഞ്ചും ഇക്കാര്യത്തിലൊരു അന്വേഷണം ശരിയായ ദിശയിലെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇല്ല, ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. ഡിസ്മിസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വിധിയുടെ പകർപ്പെടുത്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി തുടർ നടപടി എന്തെങ്കിലും ആലോചനയിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമസ്കാരം. ഈ വിധി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇതെൻ്റെ വാക്കുകളല്ല. കണ്ണൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട മുൻ കണ്ണൂർ ADM ആയ നവീൻ ബാബുവിൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബുവിൻ്റെ വാക്കുകളാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം ആവശ്യമില്ല എന്ന വിധി വന്നതിന് തൊട്ടുപുറകെ തന്നെയാണ് അഡ്വക്കേറ്റ് പ്രവീൺ ബാബു മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ചത്. എന്താണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു വിധി ഉണ്ടായത് എന്നറിയില്ല. ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി പ്രസ്താവ്യം വന്നിട്ടേ ഉള്ളൂ. വിധിയുടെ പകർപ്പ് കിട്ടിയാൽ മാത്രമാണ് എന്തൊക്കെ കാരണങ്ങളാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കഴിയൂ എന്നാണ് അഭിഭാഷകനായ പ്രവീൺ ബാബു പറഞ്ഞത്. എന്നാൽ എൻ്റെ ജ്യേഷ്ഠനായ ADM നവീൻ ബാബുവിൻ്റെ കേസിൽ വഴിതെറ്റിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ കേസ് തേച്ചുമായ്ച്ച് കളയുവാൻ വേണ്ടി ഞാൻ കൃത്യമായി എന്തോ ഇടപെടലുകൾ നടത്തുന്നു, എൻ്റെ കുടുംബവും എന്നെയും തെറ്റിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ചില സ്ഥാപിത താല്പര്യക്കാർ ഇത്തരത്തിൽ പറഞ്ഞു പരത്തുന്നത്. അതാരൊക്കെയാണെന്ന് അറിയില്ല. എന്നാൽ അത്തരത്തിലൊരു ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് ADMൻ്റെ സഹോദരനായ പ്രവീൺ ബാബു തുറന്നടിച്ചത്. ആരൊക്കെ എന്തൊക്കെ പ്രവൃത്തികൾ നടത്തിയാലും ഏതൊക്കെ തരത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചാലും അത്തരത്തിലൊന്നും വിലപ്പോകില്ല. ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. എന്തായാലും ഇതിനു മുകളിൽ ഒരു കോടതിയുണ്ടല്ലോ, ആ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനമുണ്ടാകും. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ADMൻ്റെ സഹോദരനായ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കൂട്ടിച്ചേർക്കുകയുണ്ടായി. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന ആളിൽ ഒരാൾ തന്നെയാണ് ADMൻ്റെ സഹോദരനായ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു. അദ്ദേഹം ഈ കേസ് വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ആദ്യം മുതലേ തന്നെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ പരിശ്രമിക്കുന്നു എന്നാണ് പല ഭാഗത്തു നിന്നും ഉണ്ടായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ആരാണ് അത്തരത്തിൽ പെരുമാറുന്നത് എന്നറിയില്ല. എന്തായാലും അത്തരക്കാർക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: ഞങ്ങളെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ലക്ഷ്യം. എന്നാൽ അത്തരം ലക്ഷ്യങ്ങളൊന്നും ഫലം കാണാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് പ്രവീൺ ബാബു പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രവീൺ ബാബു നവീൻ ബാബുവിൻ്റെ മരണത്തെ സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യമില്ല എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നതിന് തൊട്ടുപുറകെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധി തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ സിംഗിൾ ബെഞ്ചും ഇക്കാര്യത്തിലൊരു അന്വേഷണം ശരിയായ ദിശയിലെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇല്ല, ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. ഡിസ്മിസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വിധിയുടെ പകർപ്പെടുത്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി തുടർ നടപടി എന്തെങ്കിലും ആലോചനയിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. സുപ്രീം കോടതിയിലേക്ക്? അതെ. നിലവിൽ അന്വേഷണം ഭയങ്കര മോശമായി പോകുന്നു എന്നുള്ളത് അല്ല, ഞങ്ങളത് പറഞ്ഞിട്ടുള്ളതാണ്. അന്വേഷണം വളരെ മോശമാണ്. ഞാൻ Day 1 തന്നെ ഞാനൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് SHOയ്ക്ക്. അതിൽ പ്രശാന്തൻ്റെ വ്യക്തിയെക്കുറിച്ചും ഗൂഢാലോചനയെക്കുറിച്ചും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഇതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 4.5 മാസമായിട്ടുണ്ട്. ഇതുവരെ പ്രശാന്തനെ പ്രതി പോലും ആക്കിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചതുമാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. വിധിയുടെ പകർപ്പെടുത്തിയ ശേഷം തീരുമാനിക്കും. ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കും. അത് ഞങ്ങൾ ആലോചിക്കും. തീർച്ചയായിട്ടും ആലോചിക്കും. അടുത്ത നടപടി ആലോചിക്കും. ഈ അങ്ങക്കെതിരെ ചില വ്യാജമായ പ്രചരണം നടക്കുന്നുണ്ട് എന്ന് ഇന്ന് ചേട്ടന്റെ മകളുടെ അടക്കം പ്രതികരണം വന്നിട്ടുണ്ട്. ഉണ്ട്. എനിക്കെതിരാണ് അത്തരത്തിലുള്ള ഒരു അപവാദ പ്രചരണം നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് ശത്രുക്കളായിട്ടുള്ളവർ തന്നെ ആയിരിക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഇതിന് കേസിന് ആദ്യം തൊട്ട് എല്ലാത്തിനും മുന്നേ നിൽക്കുന്ന എന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ തെറ്റിപ്പിക്കാനോ അല്ലെങ്കിൽ കേസിൽ നിന്ന് പിന്മാറ്റുവാനോ ഉള്ള ആരുടെയോ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമുക്കിപ്പോൾ ഇതിനകത്ത് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്.